മെത്രായോളികളുടെ വട്ടമേശ സമ്മേളനത്തിൽ ഇന്ന് സംഭവിച്ചത് ഇതാണ്. ഓർത്തഡോക്സ് വിഭാഗത്തിൽ പൊട്ടിപ്പുറപ്പെട്ട കൂദാശ തൊപ്പിത്തൊഴിലാളി ലഹള കൈവിട്ടു പോയപ്പോൾ അത് ചർച്ച ചെയ്ത് അമർച്ച ചെയ്യുവാൻ ഇന്ന് മെത്രായോളികളുടെ വട്ടമേശ സമ്മേളനം കോട്ടയം മർദ്ദലോകത്ത് സംഘടിപ്പിക്കുമെന്ന് കേട്ടപ്പോൾ മാധ്യമങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. കാരണം കഴിഞ്ഞ ഒരാഴ്ച ഈ സമുദായത്തിലെ തൊപ്പിത്തൊഴിലാളികൾ ഡാഷ്മോന്മാർ ഉണ്ടാക്കിയ പുകിലുകളായിരുന്നു മാധ്യമങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞു നിന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയാണ് മാധ്യമങ്ങൾ കാത്തുനിന്നത്. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളമില്ലേ? ദൈവമേ, കലിപ്പിലാണല്ലോ. പ്രതിഷേധക്കാർ കാലത്ത് തന്നെ എത്തിയിട്ടുണ്ടല്ലോ. മത്തായി മൂന്നാമൻ വരുന്നു. ആശാൻ കട്ടക്കലിപ്പിലാണ്. ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. 2 ഔൺസ് ദശമൂലം. ആശാൻ അരിഷ്ടമടിച്ചാൽ പിന്നെ പിടികിട്ടില്ല. ദൈവമേ, ഇന്ന് പലതും സംഭവിക്കും. ഇന്ന് പലരുടെയും തൊപ്പി തെറിക്കും, പലരുടെയും നൈറ്റി ഊരേണ്ടി വരും. ഒന്ന് മാറി നിൽക്കടാ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ദൈവമേ, ഇതിൽ പലരും ഇന്ന് വാർക്കപ്പണിക്ക് പോകേണ്ടി വരുമോ എന്തോ. ഇപ്പോ എന്തെങ്കിലും സംഭവിക്കും. അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. ആ, എത്തിയല്ലോ. ഓടിവാ ഓടിവാ ഓടിവാ, ക്യാമറക്കാരൻ ഓടിവാ. ഇനി മണപ്പിക്കൽ ഓഫീസർ ഗ്രേഡ് 1 വന്ന് കൈ മണപ്പിക്കും. രാവിലെ കൂട്ടിയ മീൻചാറിൻ്റെ മണം പോയിട്ടുണ്ടോ, കഴുകിയത് ശരിയായോ എന്ന് മണപ്പിച്ച് നോക്കും. വീണ്ടും മണപ്പിക്കുവാൻ നിർത്തിയിട്ടുള്ള ജൂനിയർ ഗ്രേഡ് 2 പേരും കൂടെ മണപ്പിച്ച് കഴിഞ്ഞാൽ ആ ചടങ്ങ് അവസാനിക്കും. പിന്നെ അകത്തു പോയി കുനിഞ്ഞു നിൽക്കും അനുഗ്രഹം വാങ്ങാൻ. ആഹാ, എല്ലാ ഐറ്റങ്ങളും എത്തിയിട്ടുണ്ടല്ലോ. കുംഭസാരം, ബോക്സോ, കിളിപോയത്, നിക്കറ്, പുഴുക്ക്, ചെങ്കൊടി, സവാളക്കണ്ണൻ. ഇനി ആ കഥകടച്ച് മുട്ടൻ വാഗ്വാദങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. അതിനുശേഷം അറിയാം ഇവരുടെ കാര്യങ്ങൾ. ദൈവമേ, കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇന്ന് ഉറപ്പായും പെണ്ണുകേസിൽപ്പെട്ട ഷൈജുഗുരിനെ പുറത്താക്കും. ഇന്ന് ഉറപ്പായും നിക്കോദിമോസിനെ ഡാഷ്മോനെ എന്ന് വിളിച്ച മാത്യൂസ് വാഴക്കുന്ന പാതിരിയെ പടിയടച്ച് പിണ്ടം വെക്കും. ഇന്ന് ഉറപ്പായും വേളാങ്കണ്ണിയിൽ പോയി പ്രാർത്ഥിച്ച വരിഞ്ഞവിളയെ കുപ്പായം മുരിപ്പിക്കും. അതുപോലെ അപ്രേം മെത്രാനെ അടിച്ച് റൊട്ടിയാക്കിയ 4 പേരെയും സഭയിൽ നിന്നും മുടക്കും. കേസും സഭയുടെ ചെലവിൽ നടത്തും. പിന്നല്ല, മാതൃകാപരമായ ശിക്ഷാ നടപടികൾ മത്തായി മൂന്നാമൻ കൈക്കൊള്ളും. താൻ വെറും അമ്മുഞ്ഞല്ല, നട്ടലുള്ള തോലിക്കുകയാണെന്ന് ക്രൈസ്തവ സമൂഹത്തെ മുഴുവനും കാണിച്ചു കൊടുക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. തോലിക്ക തന്നെ വന്ന് ഈ കടുത്ത തീരുമാനങ്ങൾ വിവരിക്കുമെന്നും ഞങ്ങൾ നനച്ചു. പക്ഷേ 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 ചുമ്മാ ഊഞ്ഞാലായി ഊഞ്ഞാലായി വന്നത് മണപ്പിക്കൽ ഓഫീസർ സീനിയർ ഗ്രേഡ്. എന്നിട്ട് ആ കടുത്ത തീരുമാനം വായിച്ചോ? കേട്ടില്ലേ? എന്നിട്ട് ആ കടുത്ത തീരുമാനം വായിച്ചോ എന്ന് വായിച്ചു. ഇതാ കാണും. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ സക്രിയമാർ അപ്രേം തിരുമേനിയുടെ ചായലോട് ആശ്രമത്തിൽ വെച്ച് ഏതാനും ദിവസങ്ങൾ മുൻപ് ഉണ്ടായ ചില സംഭവങ്ങളെ പ്രതി ചില പരാതികൾ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ പരാതികളെല്ലാം ഇന്ന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് പരിശോധിക്കുകയും വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പരാതികളും തീരത്തക്ക വിധത്തിൽ, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കത്തക്ക തരത്തിൽ സുനോദോസ് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. എല്ലാവരെയും തീരുമാനങ്ങൾ ബന്ധപ്പെട്ട കക്ഷികളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ടുള്ള ഒരപേക്ഷ, ഇനി ഈ പ്രശ്നത്തെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വിശ്വാസികൾ പ്രതികരിക്കുകയും പോസ്റ്റുകൾ ഇടുകയും ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും നാൾ
പല തരത്തിലുള്ളതായ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. എന്നാൽ സഭയുടെ യശസ്സിനെയും സഭയുടെ പുരോഗതിയെയും മാനിച്ച് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ കൽപ്പന കൂടിയായിട്ടാണ് ഇത് ഞാൻ എല്ലാവരെയും അറിയിക്കുന്നത്. ഇനി മുതൽ ഈ ചായലോട് ആശ്രമത്തിലുണ്ടായ സംഭവത്തെ സംബന്ധിച്ചുള്ള എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ദയവ് ചെയ്ത് എല്ലാവരും നിർത്തിവെക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഇന്നലെ ഞങ്ങൾ നൽകിയ ആ ചെറിയ സാധനം ഒന്നുകൂടി കാണാം. ഇതിലേതെങ്കിലും ഒരു പാതിരിക്കെതിരെ ഈ ആഭാസന്മാരായ സിനഡംഗങ്ങൾ നടപടിയെടുത്താൽ പിന്നെ ഓർത്തഡോക്സ് സഭയിലെ ഒരൊറ്റ മെത്രാന്മാരും പുറത്തിറങ്ങില്ല. എന്തൊക്കെയായിരുന്നു എപ്പിസ്കോപ്പൽ സുന്നഹദോസ്, അന്വേഷണ കമ്മീഷൻ, കാനൂൺ നിയമ ലംഘനം, 34-ലെ ഉമ്മാക്കി, സഭയുടെ കെട്ടുറപ്പ്, മലപ്പുറം കത്തി, വളഞ്ഞ അംശപടി, ഒലക്കയുടെ മൂട്. ഹോ, മെത്രായോളികളുടെ വട്ടമേശ സമ്മേളനത്തിൽ ഇന്ന് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുറപ്പുണ്ടായിരുന്ന ഒരു മെത്രാൻ ഞങ്ങൾക്ക് അയച്ചു തന്ന ഒരു പോസ്റ്റാണിത്. ഡ്രൈവർ കൊടുത്ത കേസ് പിൻവലിക്കുവാൻ സിനഡ് കൂടി തീരുമാനമെടുക്കേണ്ട ഗതികേട് വന്ന ലോകത്തിലെ ഏക സഭ എന്നൊരു ചോദ്യം അടുത്ത സൺഡേ സ്കൂൾ പരീക്ഷയിൽ ചോദിക്കണം. ഡ്രൈവറിസം. അവസാനം ചുന്നഹദോസ് കഴിഞ്ഞപ്പോൾ ദശമൂലം ദാമുവിൻ്റെയും മത്തായി മൂന്നാമിൻ്റെയും അവസ്ഥ ഏതാണ്ട് ഇപ്പൊ ഇതുപോലെയാണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എന്നാ സിനഡ് കഴിഞ്ഞു, പോട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.